Hello friends, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഇതിൻ്റെ മീനിങ് എന്താ എന്നുള്ളത് നോക്കാം. എ ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ ഓഫ് സൗണ്ട് ഫൈനാൻഷ്യൽ പോളിസി ഈസ് ദാറ്റ് all fixed assets must be financed out of long-term funds. Short-term funds should not be used for purchasing fixed assets. They shall be used only for working capital requirements. If short-term funds are used in the purchase of fixed asset, it will affect the liquidity position. It is the ratio of fixed asset to long-term fund or capital employed. ഇവിടെ പറയുന്നത് ഫിക്സഡ് അസറ്റുകൾ വാങ്ങുന്നതിന് വേണ്ടി ബിസിനസ് ഓർഗനൈസേഷൻ ലോങ് ടേം ഫണ്ട്സ് ആണ് ഉപയോഗിക്കേണ്ടത്. ലോങ് ടേം ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷെയർ ക്യാപിറ്റൽ ആവാം, പ്രിഫറൻസ് ഷെയർസ് ഓർ ഇക്വിറ്റി ക്യാപിറ്റൽ, ദെൻ ലോങ് ടേം ബോറോയിങ്സ് ആവാം, അതായത് ലോൺസ് ആവാം, ഡിബഞ്ചേഴ്സ് ആവാം, മോർഗേജ് ലോൺസ് ആവാം. ഇതൊക്കെയാണ് ലോങ് ടേം ഫണ്ട്. ഇതൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്. If short-term funds are used in the purchase of fixed asset, it will affect the liquidity position. ഷോർട്ട് ടേം ഫണ്ട് നമ്മൾ ഫിക്സഡ് അസറ്റ് വാങ്ങാൻ ഉപയോഗിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ലിക്വിഡിറ്റി പൊസിഷനെ സാരമായിട്ട് ബാധിക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഈസ് ദി റേഷ്യോ ഓഫ് ഫിക്സഡ് അസറ്റ് ടു ലോങ് ടേം ഫണ്ട് ഓർ ക്യാപിറ്റൽ എംപ്ലോയിഡ്. ഫിക്സഡ് അസറ്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ ന്യൂമറേറ്ററായിട്ട് ഫിക്സഡ് അസറ്റ്സും അതുപോലെ തന്നെ ഡിനോമിനേറ്ററായിട്ട് ലോങ് ടേം ഫണ്ട്സുമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ നമുക്ക് നോക്കാം. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഈക്വൽ ടു ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ഡിവൈഡഡ് ബൈ ലോങ് ടേം ഫണ്ട്. ഇവിടെ നമ്മൾ ഫിക്സഡ് അസറ്റ് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. Then this ratio can also be expressed as percentage. This is obtained by multiplying the above formula by 100. ഇത് നമുക്ക് പെർസെൻറ്റേജ് ആയിട്ടും എക്സ്പ്രസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതാണ്. കമ്പോണൻസ് ഓഫ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. നമുക്കറിയാം ഫിക്സഡ് അസറ്റിൻ്റെ 2 കമ്പോണൻസ് ആണ്. ഫിക്സഡ് അസറ്റ് അത് നമ്മൾ എടുക്കേണ്ടത് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ ആണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് അസറ്റിൻ്റെ ഭാഗമാണ് എന്നുള്ളത് കൂടി മനസ്സിലാക്കുക. നെക്സ്റ്റ്, ലോങ് ടേം ഫണ്ട് ഇൻക്ലൂഡ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ലോങ് ടേം ബോറോവ്ഡ് ഫണ്ട്. ലോങ് ടേം ഫണ്ടിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് പ്ലസ് ലോങ് ടേം ബോറോയിങ്സ് ആയ ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ് ഒക്കെയാണ് വരുന്നത്. നെക്സ്റ്റ്, ലോങ് ടേം ഫണ്ട് അതായത് ഷെയർ ക്യാപിറ്റൽ പ്ലസ് റിസർവ്സ് ആൻഡ് സർപ്ലസ് പ്ലസ് ലോങ് ടേം ലയബിലിറ്റീസ്. നെക്സ്റ്റ്, സ്റ്റാൻഡേർഡ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഫിക്സഡ് അസറ്റ് റേഷ്യോ ഷുഡ് നോട്ട് എക്സീഡ് 1:1 or 100%. Generally 0.67:1 is considered as satisfactory or ideal. 1:1 ഒരിക്കലും കൂടാൻ പാടില്ല. 1:1 കൂടിയാൽ എന്താണ് സംഭവിക്കുക? അവിടെ നമ്മൾ ഷോർട്ട് ടേം ഫണ്ടിലേക്കാണ് നമ്മൾ ഫിക്സഡ് അസറ്റിന് ഫൈനാൻസ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ഓർക്കേണ്ടത്. അതുകൊണ്ടാണ് 1:1 നെവർ എക്സീഡ് 1:1 എന്ന് ഇവിടെ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. എ ഹയർ റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ദ ഫൈനാൻഷ്യൽ പൊസിഷൻ ഈസ് നോട്ട് സൗണ്ട്. ലോവർ ദി റേഷ്യോ ബെറ്റർ ഈസ് ദി ഫൈനാൻഷ്യൽ പൊസിഷൻ. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫ്രം ദി ഫോളോവിങ് ഇൻഫർമേഷൻ calculate fixed asset ratio. Equity capital 2 lakh, preference share capital 1 lakh, long term loans 1 lakh, 6% debentures 1,25,000, reserves and surplus 75,000, current liabilities 3 lakh. ഫിക്സഡ് അസറ്റ് നെറ്റ് അതായത് ആഫ്റ്റർ ഡിപ്രിസിയേഷൻ 7,50,000, കറണ്ട് അസറ്റ് 1,50,000. ഇതിൻ്റെ സൊല്യൂഷനാണ് ഇവിടെ നമ്മളെ ഫിക്സഡ് അസറ്റ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 7,50,000. ദെൻ നെക്സ്റ്റ് ഡിനോമിനേറ്റർ ആയിട്ടുള്ള ലോങ് ടേം ഫണ്ട് അത് നമ്മൾ വർക്കൗട്ട് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. അത് നമുക്ക് വർക്കൗട്ട് ചെയ്താൽ നമുക്ക് കിട്ടുക 6 lakh എമൗണ്ട് ആണ്. അത് വർക്കിങ്സ് നമ്മൾ കൃത്യമായിട്ട് നോട്ട്സിൽ കാണിക്കുക. ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടുക 1.25:1, ദാറ്റ് ഈസ് 125% ആണ്. അതായത് നമ്മൾ എന്ത് മനസ്സിലാക്കും ഇവിടെ നമ്മൾ ഫണ്ട് ഫിക്സഡ് അസറ്റ് ഫൈനാൻസ് ചെയ്യാൻ വേണ്ടി ലോങ് ടേം ഫണ്ട് മാത്രമല്ല ഉപയോഗപ്പെടുത്തിയത്,
നമ്മൾ ഷോർട്ട് ടേം ഫണ്ട് കൂടി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ എന്ത് വയലേറ്റ് ചെയ്യുന്നുണ്ട്? സൗണ്ട് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നുണ്ട്. അത് ലിക്വിഡിറ്റി പൊസിഷനെ സാരമായിട്ട് ബാധിക്കും എന്നാണ് ഈ റിസൾട്ട് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. So interpretation, the fixed assets ratio is more than 1:1. This indicates that a part of fixed asset has been financed out of short-term funds. This is against the sound accounting principle. As a result of this, the working capital position becomes very critical. ഒന്നുകൂടി നമുക്ക് നോക്കാം. സോൾവൻസി റേഷ്യോ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സോൾവൻസി റേഷ്യോൻ്റെ ഒരു ടൈപ്പ് ഓഫ് റേഷ്യോ ആണ്. അതിൽ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ഫിക്സഡ് അസറ്റ് റേഷ്യോ. ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞു, അത് വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതിൽ വരുന്ന ആ റേഷ്യോക്ക് വരുന്ന രണ്ട് കമ്പോണൻസ് ആണ് ഫിക്സഡ് അസറ്റും അതുപോലെ തന്നെ ലോങ് ടേം ഫണ്ട്സും. ഫിക്സഡ് അസറ്റ് ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ലോങ് ടേം ഫണ്ട്സ് ഏത് രീതിയിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. Next, standard fixed asset ratio 0.67:1 or 67%. Then one example, then അതിൻ്റെ സൊല്യൂഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. ടോപ്പിക് കൃത്യമായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക. താങ്ക് യു.